എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സംസ്ഥാനതല സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ നാളെ വൈകുന്നേരം 4 മണിവരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനതലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്കൂൾ മാറാം, അതുപോലെ കോഴ്സ് മാറാം, അതുപോലെ വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളുകളിലേക്ക് വേണമെങ്കിലും മാറാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറണമെങ്കിൽ ആ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാം. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ കോഴ്സ് മാറാതെ മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷനായിട്ട് ഓപ്ഷൻ നൽകാം. അതുപോലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക്, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറണമെങ്കിൽ ആ ഒരു എറണാകുളത്തെ സ്കൂളിലേക്കുള്ള അപേക്ഷ നൽകാം. അപേക്ഷ നൽകും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും കറക്റ്റായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. ഓരോ സ്കൂളിലും എത്ര വീതം വേക്കൻസികളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വേക്കൻസീസ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഗേൾസ് സ്കൂളിൽ ഗേൾസിന് മാത്രമേ പറ്റുള്ളൂ, അതുപോലെ ബോയ്സ് സ്കൂളിൽ ബോയ്സിന് മാത്രമേ പറ്റുള്ളൂ. കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൽ ഗേൾസും ബോയ്സും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഒരു സ്കൂളാണ് വേണ്ടത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്കൂളിലെ കോഡ് 1007. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ സ്കൂളിൻ്റെ പേരും കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ പോവേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡും പേരുമാണ് എഴുതി വെക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കോഴ്സിലേക്കാണ് വേണ്ടത്, ട്രാൻസ്ഫർ വേണ്ടത്. ഇത് ബയോളജി സയൻസ് ആണ്, ഇത് ഹ്യൂമാനിറ്റീസ് ആണ്, ഇത് കൊമേഴ്സ് ആണ്, ഇതും ഹ്യൂമാനിറ്റീസ് ആണ്, അതുപോലെ തന്നെ ഇതും കൊമേഴ്സ് ആണ്, അതുപോലെ ഇത് ഹ്യൂമാനിറ്റീസ് ആണ്. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. ബയോളജി സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഡ് 1 ആയിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഡ് 5 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏത് കോഴ്സാണ് എന്നുള്ളത്. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കോഡ് 36, 39 അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം കോഡ് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നീട് മാറ്റുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് സ്കൂളും കോഴ്സും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പലർക്കും ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളുകളിലേക്ക് ഓപ്ഷൻ വേണം, അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡ് തയ്യാറാക്കുക, സ്കൂളിൻ്റെ ലിസ്റ്റ്, അതുപോലെ കോഴ്സിൻ്റെ ലിസ്റ്റ്. നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾക്ക് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. ഒരു തവണ ട്രാൻസ്ഫർ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ, കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സ്പോർട്സ് കോട്ടയിലോ മെറിറ്റ് കോട്ടയിലോ ഏതൊരു ഓപ്ഷൻ ആയിരുന്നാലും ഏത് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ ഓൾറെഡി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയെ കൂടി നൽകി ലോഗിൻ ചെയ്യുക. അതായത് ഇതിൻ്റെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഡീറ്റെയിൽസ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഈ ഒരു നെയിം, അതുപോലെ തന്നെ +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡ് നൽകിയാൽ ഓട്ടോമാറ്റിക്കലി സ്കൂൾ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം ഏത് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമാണ്. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഓപ്ഷൻ എത്രാം സ്ഥാനത്താണെന്നുള്ള ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് എന്നുള്ളത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഏത് ഓപ്ഷനാണ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ്
1001 എന്നുള്ള കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിലെ കോഴ്സ് താഴെ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെയുള്ള ആ ഒരു ഏറോ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്, അത് വേണമെങ്കിൽ റീസെറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫോം ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി താഴെയായിട്ട് സ്കൂള്, കോഴ്സ് എന്നിവ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളും കോഴ്സ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾക്ക്, അതായത് ഓരോ തവണയും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് അടുത്ത ഓപ്ഷൻ വേണമെങ്കിൽ അടുത്ത സ്കൂൾ കോഡ് കൊടുക്കുക, അടുത്തതായി കോഴ്സ് സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൻ്റെ കോഡ് നൽകുക, കോഴ്സ് സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അത് ലിസ്റ്റായിട്ട് താഴെ വരും. അപ്പോൾ അതിനുശേഷം വീണ്ടും അടുത്ത സ്കൂൾ ഏതാണോ വേണ്ടത്, അടുത്ത ഓപ്ഷൻ ഏതാണോ വേണ്ടത്, ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അത് സെയിം സ്കൂളിൽ ഇപ്പോൾ രണ്ടാം ഓപ്ഷൻ ആണെങ്കിൽ 2 ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നൽകിയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഓപ്ഷൻസ് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരും. ആദ്യം സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഇവിടെ ഡിലീറ്റ് എഡിറ്റ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ ആ ഒരു സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളും കോഴ്സും നിങ്ങൾക്ക് വേണ്ടത് തന്നെയല്ലേ, സ്കൂളിൻ്റെ കോഡോ കോഴ്സിൻ്റെ കോഡോ സ്കൂളിൻ്റെ പേരോ അതുപോലെ കോഴ്സ് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം മുൻപ് ഒരു വിദ്യാർത്ഥി ബയോളജി സയൻസ് വെക്കേണ്ട സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ഹ്യൂമാനിറ്റീസിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾ മാറിയിട്ടില്ല, സ്കൂളും കോഴ്സും നൽകിയത് മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്ട്, അത് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാണ്ട്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ടിക്ക് വരുന്നതാണ്. അത് ടിക്ക് വന്ന ശേഷം നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ ചെയ്യാനുള്ള ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളിൻ്റെ കോഡോ കോഴ്സിൻ്റെ കോഡോ അല്ലെങ്കിൽ കോഴ്സോ സ്കൂളോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകേണ്ട ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസോ മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം പല വിദ്യാർത്ഥികൾ മാറിയിട്ട് ഈ ഒരു ഓപ്ഷൻസ് കൊടുത്തു പോവാറുണ്ട്. അതായത് സയൻസ് വേണ്ടടുത്ത് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുത്തു പോവാറുണ്ട്. കാരണം സയൻസിലൊക്കെ നിരവധി വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും താല്പര്യമില്ലെങ്കിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കോഴ്സാണോ ആ ഒരു കോഴ്സിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുക്കാവൂ. കാരണം ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അടുത്ത പേജിൽ കാണാൻ സാധിക്കും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ആണെങ്കിൽ മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉൾപ്പെടെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാറുമെന്ന് ഉറപ്പുള്ള ഏതൊരു ഓപ്ഷനായാലും സ്കൂളായാലും നിങ്ങൾക്ക് ഏത് കോഴ്സായിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അതുപോലെ ഓപ്ഷൻ നൽകിയുള്ള സ്കൂളും കോഴ്സും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ ഓപ്ഷൻ നൽകുമ്പോൾ പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുൻഗണന, അത് നിങ്ങൾക്ക് കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്കൂളിലായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.